കണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് എസ്ഐമാരായ MR രാജീവൻ, അതോടൊപ്പം തന്നെ ബിനു കൃഷ്ണൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണം നടത്തി 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, എപ്പോഴാണ് സസ്പെൻഷൻ ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ഒപ്പം തന്നെ മുൻ കണ്ണൂർ നഗരസഭയുടെ കൗൺസിലറുമായിരുന്ന രഞ്ജിത്തിനെ മർദ്ദിച്ച കേസിലാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര GH ഇപ്പോൾ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഗ്രേഡ് SIമാരായ MR രാജീവൻ, ബിനു കൃഷ്ണൻ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നുകൂടി DIGയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ കണ്ണൂർ ടൗൺ മണ്ഡലം പ്രസിഡന്റും മുൻ കൗൺസിലറുമായ രഞ്ജിത്തിനെ ഈ കഴിഞ്ഞ പെരുന്നാൾ ദിനമായിരുന്നു തളാപ്പ് SN പാർക്കിന് സമീപത്തെ ഒരു തട്ടുകടയിൽ വെച്ച് ഈ പോലീസുകാർ മർദ്ദിക്കുന്ന സംഭവമുണ്ടായത്. കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിച്ചതിനുൾപ്പെടെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഉപയോഗിച്ചുൾപ്പെടെ ഈ രഞ്ജിത്തിനെ മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. 3 പേരായിരുന്നു അന്ന് ആ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ രാജീവനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാജീവൻ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടതായിരുന്നു. ഇന്നലെ വിരമിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമായും ഈ വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജീവൻ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പറയുന്ന ബിനു കൃഷ്ണൻ എന്ന് പറയുന്ന ഗ്രേഡ് SI ആണ്. 3ാം തവണയാണ് ഈ ബിനു കൃഷ്ണൻ ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി നേരിടുന്നത് എന്ന കാര്യം കൂടി ഇതുമായി ചേർത്ത് പറയേണ്ടതാണ്. ഏതായാലും നിരന്തരം പ്രശ്നക്കാരനായിരുന്നു ബിനു കൃഷ്ണൻ എന്ന് നേരത്തെ തന്നെ പരാതി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ രാജീവൻ ഇന്നലെ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെ സസ്പെൻഷൻ നടപടി നേരിടുകയും ചെയ്യുന്നു. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ നടപടിയും എത്തിയിരിക്കുന്നത്.